ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു ചിത്രം പരിചയപ്പെടുത്തുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. A3 പേപ്പറിലോ ചാർട്ടിലോ വലുതാക്കി വരച്ചാൽ നമ്മൾക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇപ്പോൾ ചെയ്യുന്നത് A4 പേപ്പറിൽ തന്നെയാണ്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദുവിൽ ഒരു പോയിൻ്റ് ഇട്ട്, അതായത് 10.5 സെൻറ്റിമീറ്ററിലൊരു പോയിൻ്റ് ഇട്ട് അവിടെ നിന്നും 11 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും പുറത്തേക്കാണ് പോവുക. പക്ഷേ നമുക്ക് സർക്കിൾ ആവശ്യമില്ല, അപ്പോൾ 11 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. അതുപോലെ നേരത്തെ മധ്യബിന്ദു കണ്ടതുപോലെ 10.5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം ഈ രൂപത്തിൽ കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോവില്ല. കൃത്യം ഇങ്ങനെ തന്നെ എടുത്താൽ ചിത്രം പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഹെക്സഗണാണ് ഇത്, പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്ത് 6 തുല്യ ഭാഗമാക്കി മാറ്റാം. അങ്ങനെയുള്ള 6 പോയിൻ്റുകൾ, അടുത്തടുത്ത 6 പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഒരു സമഷഡ്ഭുജമാണ്, ഹെക്സഗണാണ്. അതിൻ്റെ ഓരോ വശവും 11 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ 11 സെൻറ്റിമീറ്ററിൻ്റെ ഹെക്സഗൺ ഒരു A4 പേപ്പറിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ 11 സെൻറ്റിമീറ്ററിൽ സർക്കിൾ വരച്ച് കിട്ടില്ല. അതാണ് ഈ രൂപത്തിൽ പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹെക്സഗൺ കൃത്യമായി പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. യെസ്, ഇനി ആ ഹെക്സഗണിൻ്റെ 6 സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇടണം. ഇതാ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ് പോയിൻ്റ് ഇടുന്നത്. ഒരറ്റത്ത് 0 വെച്ച് മറ്റേ അറ്റത്ത് 11 ഇപ്പോഴുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 വരെ, 11 അവിടെ ഉണ്ടല്ലോ, 10 വരെ. അങ്ങനെ 10 പോയിൻ്റുകൾ അടയാളപ്പെടുത്തുമ്പോൾ 11 തുല്യ ഭാഗമായി തീരും. അപ്പോൾ റേഡിയസ് എടുക്കേണ്ടതും വരക്കേണ്ടതും അതുപോലെ സൈഡിൻ്റെ ലെങ്ത്തും 11 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള ഓർക്കണം. അത് ഒരു ഒറ്റ സംഖ്യയിലാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്ന ചിത്രം നല്ല രൂപത്തിൽ കിട്ടൂ. ഇരട്ട സംഖ്യയിലാവരുത്, അതായത് 10 12 പറ്റില്ല, 14 ഇതൊന്നും പറ്റില്ല, ഒറ്റ സംഖ്യയിലായിരിക്കണം. അതാണ് 11 തന്നെ പറയുന്നത്. യെസ്, അങ്ങനെ 6 ഭാഗത്തും ഓരോ സെൻറ്റിമീറ്റർ പോയിൻ്റ് ചെയ്തെടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരറ്റത്ത് 0, മറ്റേ അറ്റത്ത് 11 ആയിരിക്കണം. ഓക്കെ, ഇനി ആ ഹെക്സഗണിൻ്റെ എതിർക്കോണുകൾ ചേർത്ത് വരയ്ക്കുക. അപ്പോൾ മിഡ് പോയിൻ്റിലൂടെയാണല്ലോ പോകുന്നത്, പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. 1, അങ്ങനെ 3 വരകൾ വരയ്ക്കാമല്ലോ. എതിർക്കോണുകൾ ചേർത്തുകൊണ്ട് 3 ലൈൻ. അപ്പോൾ 11 + 11 22 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. യെസ്, ഇനി ഇപ്പോൾ കിട്ടിയ ആ പോയിൻറ്റും കൃത്യമായിട്ട് ഓരോ സെൻറ്റിമീറ്റർ ഇടുക. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് 0 സെൻറ്റിമീറ്റർ ആ മധ്യബിന്ദുവിൽ തന്നെ ആയിരിക്കണം. അഥവാ 1 2 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ രൂപത്തിൽ പോയിൻ്റ് ഇടുമ്പോൾ 0 സെൻറ്റിമീറ്റർ കറക്റ്റ് മിഡ് പോയിൻ്റിലായിരിക്കണം. അവിടെയാണ്, പുറത്തേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മധ്യഭാഗത്ത് എപ്പോഴും കൃത്യമായിട്ട് 0 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഹെക്സഗൺ, 1 സെൻറ്റിമീറ്റർ വശമുള്ള ഹെക്സഗൺ ഏറ്റവും ഉള്ളിലുണ്ടാവും. അത് കൃത്യമായ നല്ല ഭംഗിയുള്ളൊരു ഹെക്സഗൺ ആവണമെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസം വന്നാൽ അവിടെ കിട്ടുന്ന രൂപം പിന്നെ അതിൻ്റെ പെർഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അളവെടുക്കുമ്പം 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം പുറത്തേക്കാണ് തള്ളേണ്ടത്. കറക്റ്റായിട്ട് ഉള്ളിൽ 0 സെൻറ്റിമീറ്റർ തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ എല്ലാ പോയിൻറ്റിലും 1 സെൻറ്റിമീറ്റർ പോയിൻ്റ് വന്നു കഴിഞ്ഞു. ഇനി നോക്ക്, എതിർ പോയിൻ്റുകൾ, അതായത് മേലെയുള്ള 1-ൽ നിന്നും താഴെയുള്ള 1-ലേക്ക്, അതായത് ഇടതുവശത്തുനിന്ന് തുടങ്ങുന്ന മേലെ വലതുവശത്താണ് താഴെ സ്കെയിൽ വെക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ച് കൊണ്ടുവരും. അതായത് മേലെ സ്കെയില് റൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്, താഴെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്,
അപ്പോഴും എല്ലാ വരകളും മിഡ് പോയിൻറ്റിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. വരക്കുന്ന എല്ലാ വരകളും മധ്യബിന്ദുവിലൂടെ തന്നെയാണ് കടന്നു പോവുക. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ നീക്കി എടുക്കുമ്പോൾ താഴെ നമ്മൾ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ മേലെ റൈറ്റിലേക്ക് നീക്കി കൊണ്ടുപോവുക. ആ രൂപത്തിൽ തന്നെയാണ് ഇവിടെ. അതായത് ഇടതുവശത്തുള്ള ഒന്നിൽ നിന്നും വലതുവശത്തുള്ള ഒന്നിലേക്ക്, രണ്ടിൽ നിന്നും രണ്ടിലേക്ക്, മൂന്നിൽ നിന്നും മൂന്നിലേക്ക്, ആ രൂപത്തിലാണ് വരക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരക്കുന്ന മുഴുവൻ വരകളും അതായത് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് വരക്കുന്ന എല്ലാ വരകളും മിഡ് പോയിൻറ്റിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഞാനിപ്പോൾ വരക്കുന്നത് CD മാർക്കർ കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ CD മാർക്കർ ഇല്ലെങ്കിൽ പെൻസിൽ കൊണ്ട്, ഷാർപ്പായ പെൻസിൽ കൊണ്ട് തന്നെ വരച്ചാൽ. പെൻസിൽ നല്ല ഷാർപ്പായിരിക്കണം. കൃത്യമായിട്ട് ആ പോയിൻ്റ് തന്നെയായിരിക്കണം. അപ്പോൾ നമ്മൾ അളക്കുന്നതും വരക്കുന്നതും വളരെ കൃത്യതയോടെ ആണെങ്കിൽ മാത്രമേ സെൻട്രൽ പോയിൻറ്റിലൂടെ, മിഡ് പോയിൻറ്റിലൂടെ അത് കടന്നു പോകും. യെസ്. അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ 10 വീതം 30 വര ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ കോർണറിൽ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് പാരലൽ ലൈനാണ് വരക്കുന്നത്. ഇപ്പോൾ വരക്കുന്നത് സമാന്തര രേഖകളാണ്. നേരത്തെ വരച്ചത് സമാന്തരമല്ല, എല്ലാം കേന്ദ്രബിന്ദുവിലൂടെ കടന്നു പോകുന്നതാണ്. ഇപ്പോൾ വരക്കുന്ന മുഴുവൻ വശത്തിന് സമാന്തരമായിട്ടുള്ള വരകളാണ്. അങ്ങനെയുള്ള 10 വരകൾ. യെസ്. ഇതാ ഇവിടെ നമ്മൾ ഈ വരയുടെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഏറ്റവും പുറത്തുള്ള 11 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 10. ഇത് 9 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മുതൽ 10, 11 വരെ വളരെ കൃത്യമായ ആ ലെങ്ത്തും നമുക്ക് കാണാം. അങ്ങനെയുള്ള ഉള്ളിൽ ആ വരക്കുന്ന 10 + 1 11 വരകളും 1 മുതൽ 11 വരെയുള്ള സെൻറ്റിമീറ്റർ ലെങ്ത്താണ്. ആ ഒരു പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് പറയുമ്പോൾ ഏറ്റവും ഉള്ളിൽ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും, രണ്ടാമത്തത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും, മൂന്നാമത്തെ 18 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 6, 12, 18, 24, 30, 36 എന്നുള്ള 6ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ആ ഹെക്സഗൺ വളർന്നു വരിക. അപ്പോൾ പഠിക്കാനുള്ള പാഠഭാഗവുമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബന്ധം എന്ന് ചോദിച്ചാൽ 6ൻ്റെ ഗുണനപ്പട്ടികയായിട്ടാണ്, 6ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് അതിൻ്റെ പെരിമീറ്റർ വരുന്നത്. ഇനി 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് ഒരു ട്രയാങ്കിളിലുള്ള ആ ലെങ്ത്ത് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ. അതുപോലെ 7ാം ക്ലാസ് പഠിക്കാനുള്ള സമാന്തര രേഖകൾ, പാരലൽ ലൈൻസാണ് ഇപ്പോൾ വരക്കുന്നത് മുഴുവൻ. അപ്പോൾ നമ്മൾ 6 വശത്തും 6, 11, 66 വരകൾ, 66 പാരലൽ ലൈൻസ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഗുണനമായാലും, ഇനി വലിയ ക്ലാസ്സിലാണെങ്കിൽ പിന്നെ അംശബന്ധമാണെങ്കിലും, സമാന്തര രേഖകൾ, സംഖ്യാശ്രേണികൾ,
ഉപയോഗിച്ച് ആ സീക്വൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കൃത്യമായിട്ട് കാണും. യെസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 11 കളങ്ങൾ. സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം 11 കളങ്ങൾ. ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ച പെൻസിലിൻ്റെ വരയാണല്ലോ, അവിടെയാണല്ലോ നമ്മൾ പോയിൻ്റ് ഇട്ടത്. അതിലേക്ക് ഇപ്പോഴാണ് വരക്കുന്നത്. ആദ്യം ഇങ്ങനെ വരച്ചാൽ അതിലുള്ള പോയിൻ്റ് കാണില്ലല്ലോ, അതുകൊണ്ടാണ് അവസാനം വരക്കുന്നത്. അതുപോലെ പുറത്തുള്ള 6 വരകളും ആ പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചത് പിന്നീട് CD മാർക്കർ കൊണ്ട് ഡാർക്കായി വരക്കുകയാണ്. ഇത് അവസാനം വരക്കുന്നത് അതിൽ പോയിൻ്റുകളുണ്ട്, ആ പോയിൻ്റ് നമുക്ക് കാണേണ്ടതാണെന്നുള്ളതുകൊണ്ടാണ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വരക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിലാണ് ഇനി നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ LP-ക്കാർക്ക് തീർച്ചയായും ചെയ്യാം, അവരുടെ രക്ഷിതാക്കളൊന്ന് സഹായിച്ചാൽ മതി തുടക്കത്തിൽ. യെസ്. ഇനി കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. അത് 11 കളങ്ങളാണ്. അപ്പോൾ 2 വശത്തുനിന്നും എണ്ണിയാൽ 6ാമത്തെ പോയിൻറ്റിലാണ് നമ്മൾ ആദ്യം ബ്ലാക്ക് മാർക്ക് ചെയ്തത്. ഇതാ 1 2 3 4 5 6 6ാമത്തതിൽ 2 വശത്തു നിന്ന് എണ്ണിയാലും 6ാമത്തതായിരിക്കും മധ്യഭാഗത്ത്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 2 വശത്തു നിന്ന് എണ്ണിയിട്ട് പെൻസിൽ കൊണ്ട് ആദ്യം മാർക്ക് ചെയ്തിട്ട് കളർ കൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 6ാമത്തതിൽ പോയിൻ്റ് ഇട്ട് പിന്നീട് ഇരുവശത്തേക്കും കോണിലേക്ക് ഇറങ്ങി പോവാണ്. ഓരോ കോണിലേക്കും ഇറങ്ങി മധ്യഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യെസ്. ഇത് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട്, ഞാനിപ്പോൾ കളർ ചെയ്യാൻ എൻ്റെ കയ്യിലെടുത്തിരിക്കുന്ന ഡോംസിൻ്റെ കളർ പെന്നാണ്, ബ്രഷ് പെൻ. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നാണുള്ളതെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്താൽ മതി. സ്കെച്ച് പെന്നാണുള്ളതെങ്കിൽ ഏറ്റവും ചെറിയ കളങ്ങളായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്രയോൺ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ കളത്തിൻ്റെ പുറത്തേക്ക് ചാടിപ്പോകും. ക്രയോണിന് വളരെ ഷാർപ്പായിട്ട് നമുക്ക് കൊടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കഴിയുന്നതും സ്കെച്ച് പെൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്നാ സ്കെച്ച് പെന്ന് കയ്യിലില്ല, ക്രയോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി. ഓക്കെ. ഈ രൂപത്തിൽ ആണ് ചെയ്യുന്നത്. കോണിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും മധ്യഭാഗത്ത് ആ 6ാമത്തെ പോയിന്റിൽ നിന്നും തുടങ്ങി പിന്നീട് കോണിലേക്ക് വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആ മധ്യബിന്ദുവിലേക്ക് തിരിച്ചെത്തി. ഇനി അവിടെ നിന്നും കോണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്തടുത്ത 2 കളങ്ങൾ വരുന്നത് ആ താഴെയുള്ള കോർണറിൽ മാത്രമാണ്. ബാക്കിയൊക്കെ കോണോട് കോണാണ്. കോണ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. യെസ്. അവിടെ 6ാമത്തെ നമ്മൾ മധ്യബിന്ദു അടയാളപ്പെടുത്തി അവിടത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഔട്ടറിൽ ബ്ലാക്ക് ഉണ്ടാകുമ്പോഴാണ് ആ ചിത്രത്തിന് ഏറ്റവും ഭംഗി ഉണ്ടാവുക. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ഡാർക്ക് കളറിൽ നിന്നും പിന്നീട് ഉള്ളോട്ട് ലൈറ്റ് കളറിലേക്ക് ലൈറ്റായി പോവുകയാണ്. അങ്ങനെ അവസാനം വെള്ളയിലേക്ക് എത്തും. ആ രൂപത്തിലാണ് ഇതിൻ്റെ കളറിങ്. അപ്പോൾ 6 ഇതളുള്ള പൂവാണ്. 6 വശങ്ങളിലും 6 ഇതളുകൾ വിരിഞ്ഞിരിക്കുന്ന ഒരു പൂവിൻ്റെ രൂപത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പുറത്തേക്ക് ചാടിപ്പോരുത്. കാരണം അതിൻ്റെ പുറകുവശം വെള്ള തന്നെയാണ്. ഉള്ളിൽ മാത്രമേ ഇനി നമ്മൾ കളർ കൊടുക്കൂ. പുറകുവശം വൈറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം ബോർഡറിലൂടെ കൊടുത്തതിന് ശേഷം പിന്നീട് ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അതിനോട് ചേർന്ന് ബ്ലാക്കിനോട് ചേർന്ന് ഉൾഭാഗത്ത്
ബ്രൗണാണ്, ഉൾഭാഗത്ത് ബ്രൗൺ. നമ്മളിപ്പോഴെങ്ങനെയാണോ കൊടുത്തത് അതേപോലെ ബ്ലാക്കിനോട് ചേർന്ന് ഓരോ കളങ്ങൾ ബ്രൗൺ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മളത് പോയിൻ്റ് ചെയ്തിടുകയാണ് തെറ്റിപ്പോവാതിരിക്കാൻ. അപ്പോൾ ബ്രൗണിൻ്റെ പുറം വശത്ത് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. യെസ്, ബ്രൗണും ഇതേപോലെ ഓരോ കളവും ഫില്ല് ചെയ്ത് പോകും. ഇപ്പോൾ ചെറിയ കളങ്ങളാണ്, സൂക്ഷ്മമായിട്ട് കൊടുക്കുക. അപ്പോൾ കളർ ചെയ്യാൻ ഒന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ, LP ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ തീർച്ചയായും മുതിർന്നവർ, അച്ഛനോ അമ്മയോ ഇനിയല്ല ചേട്ടനോ ചേച്ചിയോ, മിക്കവാറും കുട്ടികൾ പിന്നെ അമ്മ വീട്ടിലാണെങ്കിൽ അമ്മൂമ്മയോ അവരായിരിക്കും സഹായിക്കാനുണ്ടാവുക. യെസ്, ബ്ലാക്കിനോട് ചേർന്ന് ഓരോ കളങ്ങൾ മാത്രമേ കൊടുക്കാവൂ. അവിടെ മാത്രമാണ് 2 എണ്ണം ഒരുമിച്ച് വരുന്നത്. അത് ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ ആ 2ൻ്റെ വലുപ്പം നമുക്ക് തോന്നില്ല. അപ്പോൾ ബ്ലാക്കിനോട് ചേർന്ന് ഉൾഭാഗത്തേക്ക് ബ്രൗണാണ്. സാധാരണഗതിയിൽ കളർ കോമ്പിനേഷനിൽ ഏറ്റവും നന്നായിട്ടുണ്ടാവുക ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഈ പ്രാവശ്യം ആ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയിട്ട് റെഡിന് പകരം റോസ് കളർ എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡ് തന്നെ എടുക്കാം. അപ്പോൾ റോസാണ് നല്ലതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ രൂപത്തിലേക്ക് മാറ്റാം. ഇതല്ലാതെ വേറെയും കളർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ഞാൻ ആ വലുതായിട്ട് വരച്ച ചിത്രം അത് വയലറ്റിലാണ് വരുന്നത്. വയലറ്റ്, ലൈറ്റ് ബ്ലൂ എന്നുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബ്രൗണ് മുഴുവനായിട്ടും ചെയ്തെടുത്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബ്ലാക്കും ബ്രൗണും, ബ്ലാക്കിൻ്റെ ഉൾഭാഗത്ത് മുഴുവൻ ഓരോ കളങ്ങളിൽ ബ്രൗണ് വന്നു കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ പറഞ്ഞ് റെഡിന് പകരം റോസാണ് ഇവിടെ ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഓരോ കളവും ആദ്യം അടയാളപ്പെടുത്തുകയാണ്. ആദ്യം ഈ രൂപത്തിൽ അടയാളപ്പെടുന്നത് തെറ്റിപ്പോവാതിരിക്കാനാണ്. ചെയ്ത് വരുമ്പോൾ നമ്മളോട് തെറ്റിപ്പോവാതിരിക്കാനാണ് അത് കളർ കൊണ്ടൊന്ന് പോയിൻ്റ് ഇട്ട് അടയാളപ്പെടുത്തുന്നത്. റോസും ഈ രൂപത്തിൽ ഓരോ കളവും ഫില്ല് ചെയ്ത് പോകണം. ഈ റോസിന് പകരം നിങ്ങൾക്ക് പിന്നെ റെഡിനോടാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും റെഡ് തന്നെ എടുത്തോ, കുഴപ്പമില്ല. യെസ്, അപ്പോൾ ആ മുഴുവൻ റോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക്, ബ്രൗൺ, റോസ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് ഓറഞ്ച് കളറാണ് വേണ്ടത്. ഓറഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ഓറഞ്ച്. അപ്പോൾ A4 പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചാർട്ടിൽ ഇപ്പോൾ ചെയ്യണ്ട, നിങ്ങൾ പിന്നെ കുറേ പഠിച്ചതിന് ശേഷം മാത്രമേ ചാർട്ടിലേക്ക് മാറ്റേണ്ടതുള്ളൂ. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയം ആയതുകൊണ്ട് തന്നെ A4 പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. A4 പേപ്പർ വരച്ചതിന് ശേഷം നന്നായി ആൽബത്തിലാക്കി സൂക്ഷിക്കുക. യെസ്, അപ്പോൾ ഓറഞ്ച് ചെയ്തെടുത്താൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ 4 കളർ വന്നു കഴിഞ്ഞു: ബ്ലാക്ക്, ബ്രൗൺ, റോസ്, ഓറഞ്ച്. ഇനി വേണ്ടത് യെല്ലോ ആണ്. യെല്ലോ അതിൻ്റെ ഉള്ളിലാണ് യെല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചിനോട് ചേർന്ന് ഉള്ളിൽ യെല്ലോ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് പോർഷൻ പിന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് അവസാനിക്കുന്നത് വൈറ്റിലേക്കാണ്, വെള്ളയിൽ അവസാനിക്കും.
ഇപ്പോൾ ഈ 5 കളറാണ് നമ്മൾ കൊടുത്തത്: ബ്ലാക്ക്, ബ്രൗൺ, റോസ്, ഓറഞ്ച്, യെല്ലോ. അപ്പോൾ അത് മുഴുവൻ ചെയ്തെടുക്കുമ്പോൾ ചിത്രം ഈ രൂപത്തിലാണ് കിട്ടുക. ഇത് A4-ൽ ചെയ്തെടുക്കുന്നതാണ്. A4 പേപ്പറിൽ ചെയ്യുമ്പോൾ ഇത്രയും വലുപ്പം ഉണ്ടാവും. ഇത് A3 പേപ്പറിലാക്കുമ്പോൾ നമുക്ക് കുറേ കൂടി വലുതാക്കാമല്ലോ. അത് 15 സെൻറ്റിമീറ്ററിലേക്ക്, നമ്മളിപ്പോൾ 11 എടുത്ത് 15ലേക്ക് കൊണ്ടുപോവുക. ഇനി ചാർട്ട് പേപ്പറിലാവുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്ററിന് പകരം 1.5 സെൻറ്റിമീറ്ററും എടുക്കാം. 1.5 സെൻറ്റിമീറ്റർ എടുത്ത് 27 സെൻറ്റിമീറ്ററിൽ നമുക്ക് വരച്ചാൽ 1.5 ഇടവിടുതങ്ങളായി. അപ്പോൾ നല്ല ഭംഗിയുള്ള വളരെ വലുപ്പമുള്ള ഒരു പൂവായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കളർ. പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഡോംസിൻ്റെ ബ്രഷ് പെൻ സെറ്റാണ്, ഡാർക്ക് സെറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാ A3 പേപ്പറിൽ ഞാൻ വരച്ച ചിത്രമാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 15 സെൻറ്റിമീറ്ററിൽ എടുത്താൽ, അപ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യയായിട്ട് എടുക്കാം. ഇനി ചാർട്ടിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 27 സെൻറ്റിമീറ്റർ റേഡിയസ്. അപ്പോൾ 27 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ നമ്മളെ കോമ്പസ് മതിയാവില്ല. അപ്പോൾ ഇനി കോമ്പസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കോണളന്ന് 60 ഡിഗ്രി കോണിലേക്ക് അളന്നിട്ടും ചെയ്യാം. അതൊക്കെ മുതിർന്നവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, നന്നായിട്ട് ചെയ്തെടുക്കുക. പുതുതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ.